പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ ഖന്ന റിപ്പോർട്ടടക്കം പലതും നടപ്പിലാക്കേണ്ട സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതോടുകൂടി ഇതിൻ്റെ കൺട്രോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിലും എം ഡിക്കാണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഇത് എവിടെ നിൽക്കുന്നു ഇന്ന് എന്നറിയാൻ പറ്റും. എത്ര സ്പെയർ പാർട്സ് ഇരിപ്പുണ്ട്, ഏതൊക്കെ വണ്ടി ഓടുന്നു, ഏതൊക്കെ ഓടുന്നില്ല. ഇപ്പോൾ 900ഓളം വണ്ടി ഓടാതെ കിടക്കുകയാണ്. അതിൽ അടിയന്തരമായി ചെറിയ പൈസ ചിലവാക്കി ഇറക്കാൻ പറ്റുന്ന മുഴുവൻ വണ്ടികളും ജോയിൻറ്റ് എം ഡിയോട് ഇന്ന് നാളെയായിട്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. ആ വണ്ടികൾ ആദ്യം ഇറക്കും, എല്ലാ വണ്ടി ഇറക്കും, മാക്സിമം വണ്ടി. പിന്നെ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയ വണ്ടികൾ പുറകെ ഇറക്കും. 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ചിലവാക്കേണ്ട വണ്ടികളുണ്ട്, സ്കാനിയ പോലുള്ള വണ്ടികൾ, അത് പുറകെ ഇറക്കും. ആദ്യം ചിലവ് കുറഞ്ഞ വണ്ടികളെല്ലാം കൂടി ഇറക്കുമ്പോൾ കുറേ നമ്പറിങ് ഇറങ്ങും. വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അത്തരം പക്ഷേ അത് ഭയങ്കര നഷ്ടമായി കലാശിച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണമില്ല, നമുക്ക് പിന്നെ ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? എം ബി ഡിക്ക് കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ എന്താ പറയുക, ഓരോ പണവും കെ എസ് ആർ ടി സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. 20 വണ്ടി അങ്ങോട്ടേ വരാം അല്ലേ? ഇനി 20 വണ്ടി അങ്ങോട്ടേ വരാം. അതിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ ഇല്ലാത്ത മേഖലയാണ്. പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല. കെ എസ് ആർ ടി സിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ്. ഇപ്പോൾ നമ്മൾ വയനാട് പോകുന്നു, ട്രെയിനില്ലല്ലോ. ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ കെ എസ് ആർ ടി സി ആശ്രയിക്കില്ല. കാരണം കെ എസ് ആർ ടി സിയെക്കാളും ചാർജ് കുറവാണ്. പിന്നെ എങ്ങും നിർത്താതെ അങ്ങ് പോകും. ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ 3 മണിക്കൂർ കൊണ്ട് ട്രെയിനിലെത്തും, പൈസയും കുറച്ച് കൊടുത്താൽ മതി. കെ എസ് ആർ ടി സി കയറിയാൽ വെഞ്ഞാറമ്മൂട്, പന്തളം, കൊട്ടാരക്കര, അടൂര് ഇങ്ങനെ കയറി 6-6.5 മണിക്കൂർ കൊണ്ടേ കോട്ടയത്തെത്തും. ഈ പേടിയുണ്ട് ആളുകൾ, നിങ്ങളായാലും കയറത്തില്ലല്ലോ, പിന്നെ എമർജൻസിക്കല്ലേ കയറുന്നത്. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ, അവിടെയൊക്കെ ഇലക്ട്രിക് ബസ് കൊണ്ട് പോകാനൊക്കത്തില്ല, കയറില്ലല്ലോ. സിറ്റിയിൽ പറ്റും. ഇപ്പോൾ സിറ്റിയിൽ വരുവാണെങ്കിൽ ആറ്റിങ്ങ വരെ പോകാൻ നോക്കി, കൊല്ലം വരെ പോകാം, തിരിച്ചു വരാം. കോവളം, ഇപ്പോൾ കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിലൂടെ. അത് മെയിൻ റോഡിൽ കൂടെ ആരും കയറില്ല, ഹൈവേ കൂടെ. അപ്പോൾ തിരുവല്ലത്ത് നിന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്ത് നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരും, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തയാണെന്നോ ചീത്തയായി പോയെന്നല്ല എൻ്റെ അർത്ഥം, മനസ്സിലായത്. ഇത് ഫീസിബിൾ ആക്കണം. പക്ഷേ ഇതിനെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് കമ്പനിയാണ് ഇതിൻ്റെ വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പുറഞ്ഞത് ഉണ്ടോ? ഞാൻ കണ്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിൽ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല. എം ബി ഡിയുടെ വണ്ടി നമുക്ക് എം ബി ഡിക്കൊന്നും അത് പറ്റില്ല. കാരണം എന്താ പറയുക, എം ബി ഡി ഒരു എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സാണ്, അത് പോലീസ് പോലൊരു ഫോഴ്സാണ്, യൂണിഫോംഡ് ഫോഴ്സാണ്. അവർ പലപ്പോഴും ചില വണ്ടികളെ ചേസ് ചെയ്ത് പിടിക്കേണ്ടി വരും, അവർ ചില ദുർഘടമായ വഴികളിലോ പോകേണ്ടി വരും. അവിടെയൊന്നും ഇത് പോവില്ല.